എത്ര ദിവസമായി മുത്തശ്ശി ഒന്ന് പുറത്തിറങ്ങിയിട്ട്? ഞാൻ നിന്നെ വിളിച്ചതല്ലേ? ഒടിഞ്ഞ കൈയുമായിട്ട് ആളുകളുടെ ഇടയിലേക്ക് വരാൻ പറ്റില്ലെന്ന് നീ പറഞ്ഞില്ലേ? അതെങ്ങനെയാ പറ്റുന്നേ? സിനിമ നടക്കുന്നു, അതിനിടയിൽ ന്യൂസ് മറ്റും വന്നോണ്ടിരിക്കും. അതിന്റെ ഇടയിൽ കൈ ഒടിഞ്ഞോണ്ട്. അതും ഒരു പ്രശസ്ത അല്ലേടി മോളെ? അല്ല, ഈ വലിയ വലിയ നടിമാരൊക്കെ ഒരു പനി വന്നാലും പത്രക്കാരെ വിളിച്ചു പറയുമല്ലോ. അതിന് നമ്മുടെ സ്റ്റേറ്റസ് കുറച്ചുകൂടി വളരട്ടെ. ഓ, ഈ പടം ഒന്ന് പുറത്തിറങ്ങട്ടെ മുത്തശ്ശി. അതിനുശേഷം നമുക്ക് പനിക്കും തലവേദനയ്ക്കും എല്ലാത്തിനും പത്രക്കാരെ വിളിക്കാം. ആ പിന്നെ തൊഴുത് തിരിച്ച് ഫ്ലാറ്റിലേക്ക് ചെന്നിട്ടേ ആ ഷൂട്ടിങ്ങിന്റെ ആളുകളെ ഒക്കെ ഒന്ന് വിളിപ്പിക്കണം. എടി, തിരിച്ചു തുടങ്ങണ്ടേ നമുക്ക്? സിനിമ മുടങ്ങിക്കിടന്നാലേ ഓരോ ദിവസവും വലിയ നഷ്ടോ. അതിന്റെ കണക്കിനെ അവര് കൂട്ടിത്തരുമ്പോഴാ നമ്മുടെ കണ്ണ് തള്ളാൻ പോന്നെ. അതെ, നാളെയോ മറ്റന്നാളോ തുടങ്ങാൻ പറ്റുമെന്ന് നോക്ക്. നാളെ പറ്റില്ല, ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണ്ടേ. എന്തായാലും അവര് വരട്ടെ മുത്തശ്ശി. പിന്നെ ഞാൻ ക്ഷേത്രത്തിലേക്ക് വന്നത് കൈയുടെ പ്ലാസ്റ്റർ എടുത്തോണ്ടൊന്നും അല്ല. പിന്നെ മുത്തശ്ശി ഇവിടുത്തെ പൂജാരിയോടൊന്ന് ചോദിക്കണം, ഇവിടെ ഏതെങ്കിലും കനത്ത പൂജ കഴിച്ചാ ആ രാധികയ്ക്ക് എന്തെങ്കിലും അപകടം വരുത്താൻ പറ്റുമെന്ന്. എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പിന്നിൽ അവളുണ്ടാവും. ഇക്കാര്യത്തിലും അതെ. ഇതിനെനിക്ക് പകരം ചോദിച്ചേ പറ്റൂ മുത്തശ്ശി. ഞാൻ കിടന്നതിൽ കൂടുതൽ ഒരു 10 ദിവസമെങ്കിലും അവള് കിടക്കണം, എഴുന്നേക്കാൻ പോലും ആവാതെ. തിരുമേനിയോട് ചോദിച്ചു നോക്കാം. പക്ഷേ ഇവിടെ സാധ്യത കുറവാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഏതെങ്കിലും കൊടും മന്ത്രവാദിയെ നമ്മൾ കണ്ടുപിടിക്കണം. ആ പ്രൊഡക്ഷൻ കൺട്രോളറോട് ചോദിച്ചാൽ മതി. ഈ ഗോത്രവർഗക്കാരുടെ കൂട്ടത്തിലൊക്കെ ഉഗ്രൻ മന്ത്രവാദികളുണ്ട്. അവളുടെ പണി തീരണം മുത്തശ്ശി. എന്നേക്കുമായി അവള് തീരണം. വാ മോളെ. അയ്യോ മോളെ, മോളെ മുത്തശ്ശി. അയ്യോ, എന്റെ കൈ. അയ്യോ, അയ്യോ, എന്തു പറ്റിയത്? സാരിയിൽ അറിയാതെ ചവിട്ടി പോയതാ മുത്തശ്ശി. അയ്യോ, വല്ലാത്ത വേദന. ആ ഒടിഞ്ഞ കൈ തന്നെയാണല്ലോ ഈശ്വര. എനിക്കൊണ്ട് പറ്റുന്നില്ല മുത്തശ്ശി. വാ മോളെ, വാ, നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ അടുത്തേക്ക് പോവാം. അയ്യോ, എന്റെ കൈ വേദനിക്കുന്നു മുത്തശ്ശി. അയ്യോ, എനിക്ക് വേദനിക്കുന്നു മുത്തശ്ശി. കൈ അയ്യോ, ആ നശിച്ചവളുടെ പേര് പോലും പറയാൻ പറ്റുന്നില്ലല്ലോ. അത്രയ്ക്ക് ശാപവാ. വണ്ടി എടുക്കണം അങ്ങോട്ട്.